പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ ബോഗൻവില്ലയുടെ ഞാൻ വളം ചെയ്യണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ എൻ്റെ ബോഗൻവില്ലൊന്നും കാണിച്ചിട്ടില്ല. നല്ല ഗ്രോത്ത് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബോഗൻവില്ല. ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് ഫസ്റ്റ് കാണിക്കണ വെറൈറ്റി നല്ല കട്ട ഫ്ലവറുള്ള മഹാര എന്നാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റായിട്ട് അറിയില്ല. വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കറക്റ്റായിട്ട് ഐഡിയ ഒന്ന് ഇടണം. മഹാര എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നല്ല മജന്ത കളറാണ്, നല്ല ഡാർക്ക് മജന്ത കളറാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ എൻ്റെ ഇതിൽ കാണിക്കുന്നത്, ഞാൻ ഇതിക്ക് മുമ്പ് ഒരു പ്രാവശ്യം അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കാണിച്ച ചില്ലി റെഡ് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല കൊല കുത്തി നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല കണ്ണിന് നല്ല കുളിർമേകണ കളറാണ്. ഒരു പ്രത്യേകതരം റെഡ് ഷെയ്ഡാണ് ഇതിന് വന്നേക്കുന്നത്. ഒരു ലൈറ്റ് ഓറഞ്ച് പോലത്തെ കയറി വന്നിട്ടുണ്ട്. അതെല്ലാ കൊമ്പിലും നന്നായിട്ട് ഫ്ലവർ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തുള്ളത് നമ്മളെ പൂന വൈറ്റാണ്. പിന്നെ ഇത് നോക്കിയേ, നല്ല കണിക്ക് വന്ന വിരിഞ്ഞ് നിൽക്കണ പോലെയല്ലേ അതിൻ്റെ ഫ്ലവർ നോക്കിയേ, ഒരു രക്ഷയില്ലാണ്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇത് അന്ന് കാണിച്ചത് നമ്മളെ ചില്ലി റെഡാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ല ഒരു വെറൈറ്റി ഉണ്ട്, ചില്ലി റെഡും ചില്ലി യെല്ലോ ഒക്കെ. പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് അതിൻ്റെ പേര് ഞാൻ മറന്നു വിട്ടാ. അടുത്തായിട്ട് കാണിക്കണ വെറൈറ്റിയുടെ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത്. അറച്ച് ഫ്ലവർ ഉണ്ടാവും, ഇല കാണാണ്ട് ഫ്ലവർ ഉണ്ടാവണം. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് യൂറിയ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ലീഫ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് ഇത് നമ്മളെ ജുവൽ യെല്ലോ എന്നും പറയാം, ലൈറ്റ് പിങ്ക് ഷെയ്ഡും പറയാം. പിന്നെ ഈ കാണുന്ന വെറൈറ്റി ഡോക്ടർ റാവുവിൻ്റെ റെഡ് ഷെയ്ഡാണ്. നല്ല വേരിഗേറ്റഡ് ലീഫായിട്ട് നല്ല സൂപ്പറായിട്ട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ്. അധികം റേറ്റ് ഒന്നുമില്ല, ഇപ്പോൾ എല്ലായിടവും നല്ല സുലഭമായിട്ട് കിട്ടാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ അടുത്തത് കാണിക്കുന്നത് നമ്മളെ നാടൻ യെല്ലോ അല്ല, വൈറ്റ് ഷെയ്ഡാണ്. ഇതും നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ്. പിന്നെ ഇത് നമ്മളെ ഒരു നാടൻ യെല്ലോ ഷെയ്ഡാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ല അടിപൊളി പ്ലാന്റാണ്. പിന്നെ അടുത്ത് കാണിക്കുന്നത് മറ്റേ താങ്ലോങ്ങിൻ്റെ ഒരു മജന്ത ഷെയ്ഡാണ്. ഇതിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അധികം ഫ്ലവർ ഇങ്ങനെ വിടർന്ന് നിൽക്കില്ല. പിന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ ഇത് നല്ലൊരു സിൽവർ ഷെയ്ഡ് വരുന്ന ലീഫ്, നല്ല സിൽവറും അതിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളർ ഷെയ്ഡും വരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ല സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കണ്ടില്ലേ, ഇതിലെല്ലാ കൊമ്പിലും നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ വെറൈറ്റിയാണ്. ഇതൊക്കെ വളം ചെയ്തതിൻ്റെ കേട്ടോ. പിന്നെ ഇത് നമ്മളൊരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് പീച്ചും കൂടി കയറിയിട്ടുള്ള നല്ല ഒരു സൂപ്പർ നാടൻ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. ആരെങ്കിലും പേരറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് നമ്മളെ തിമാർ റെഡ് എന്നിട്ടുള്ള വെറൈറ്റിയാണ്. റെഡല്ല, ഒരു മജന്ത ഷെയ്ഡാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടല്ലേ, ഒരു രക്ഷയില്ലാത്ത ഫ്ലവറാണ്. പിന്നെ ഇതിലൊരു വൈറ്റ് ഷെയ്ഡും കൂടി കയറിയും ഫ്ലവറിന് കണ്ട അറ്റത്ത് 2 കളറിൽ ഫ്ലവറും ഉണ്ടാവും, 2 കളറിൽ ലീഫും ഉണ്ടാവണ നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് ഒരു നാടൻ വെറൈറ്റിയാണ്. പക്ഷേ ഫ്ലവറുമ്മ ഡബിൾ ഷെയ്ഡ് വരും. ഇത് കണ്ടില്ലേ, 2 ഷെയ്ഡ് കയറി വന്നേക്കുന്നത്. നല്ലൊരു സൂപ്പർ വെറൈറ്റിയാണ്, നന്നായിട്ട് ഫ്ലവർ ചെയ്യണതാണ്. പിന്നെ പോട്ടിലൊക്കെ നിറച്ച് കള വീണ്ടും വന്ന്, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ അടുത്തൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ കൊൽക്കത്തയിൽ നിന്ന് വാങ്ങിച്ച പ്ലാന്റിൻ്റെ അപ്ഡേറ്റ് ആവാറായിട്ടുണ്ട്.
അപ്പോൾ അതിൻ്റെ ഫ്ലവർ ഒക്കെ വന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇതും ഒരു നാടൻ വെറൈറ്റിയാണ്, മജന്ത ഷെയ്ഡാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് പഴക്കമുള്ള പ്ലാന്റാണ്. ഒരു 8 വർഷത്തിന് മേലായിട്ടുണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. അപ്പോൾ അത്രയും നല്ല പഴക്കമുള്ള പ്ലാന്റാണ്. പിന്നെ ഇത് മിസ് വേൾഡ് എന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഒരു ഇല കാണാണ്ട് നിറച്ച് ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണ്. പക്ഷെ ഇപ്പോൾ വെയിലിൻ്റെ ഇത് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഒരിത്തിരി പിങ്ക് ഷെയ്ഡ് കൂടി വന്നിട്ടുണ്ട്. ശരിക്കും ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാവാറ് കണ്ടില്ലേ. നല്ല സൂപ്പർ വെറൈറ്റിയാണ്. അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കണ നമ്മൾ സുന്ദരി ഡോക്ടർ റാവുവിൻ്റെ ഓറഞ്ചാണ്. രക്ഷയില്ലാത്ത ഫ്ലവറും നല്ല സൂപ്പർ ലീഫുമാണ്. ആ വെരിഗേറ്റഡ് ലീഫിൻ്റെ ഇടയിൽ ഈ ഓറഞ്ച് ഫ്ലവർ വന്നിരിക്കുകയാണ് പ്രത്യേക ഭംഗിയാണ്. ഈ ഡോക്ടർ റാവുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്ലവർ ഇല്ലെങ്കിലും ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. അതിനിടെ ഞാനൊരു സുന്ദരിനെ മറന്നുപോയി. ഇതും നല്ലൊരു നാടൻ വെറൈറ്റിയാണ്, നല്ല സൂപ്പർ സാധനം. ഇത് ഫയർ ഓപ്പാൽ ഓറഞ്ചാണ്. നല്ല ഇല കാണാത്ത വിധത്തിൽ നന്നായിട്ട് ഓറഞ്ച് ഷെയ്ഡിൽ നന്നായിട്ട് വിടർന്ന് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഫയർ ഓപ്പാൽ. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു വീഡിയോ കാണുന്നവരെയും ബൈ. പിന്നെ നമുക്ക് കുറച്ച് ഡീനേൻ്റെ ഒരു ട്യൂബർ കൊടുക്കാനുണ്ട്. ആകെ ഒരു ട്യൂബർ മാത്രമേ ഉള്ളൂ. നല്ല റണ്ണറൊക്കെ കൊടുത്തു തുടങ്ങിയ നല്ല വലിയ ട്യൂബറാണ്. ഇതിൻ്റെ വില 150.